ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവത്തോട് ചേർന്ന് നിന്ന് പൂർണ്ണ ഹൃദയത്തോട് സന്തോഷിച്ചുല്ലസിക്കാനും നിനക്കെതിരെയുള്ള എല്ലാ ശത്രുക്കളെയും കർത്താവ് താർത്തെറിഞ്ഞതിന് നന്ദി പറയുവാൻ നമുക്ക് ഇന്നത്തെ ദിവസം ദൈവത്തോടു കൂടി ആയിരിക്കാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം സെഫാനിയയുടെ പുസ്തകം 3-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. സിയോൻ പുത്രി ആനന്ദഗാനം ആലപിക്കുക, ഇസ്രായേലെ ആർപ്പ് വിളിക്കുക, ജെറുസലേം പുത്രി പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ചുല്ലസിക്കുക. നിനക്കെതിരെയുള്ള വിധി കർത്താവ് പിൻവലിച്ചിരിക്കുന്നു. നിന്റെ ശത്രുക്കളെ അവിടുന്ന് ചിതറിച്ചിരിക്കുന്നു. ഇസ്രായേലിൻ്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യയുണ്ട്. നിങ്ങൾ ഇനിമേൽ അനർത്ഥം ഭയപ്പെടേണ്ട. അന്ന് ജെറുസലേമിനോട് പറയും, സിയോനെ ഭയപ്പെടേണ്ട, നിന്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കും. തൻ്റെ സ്നേഹത്തിൽ അവിടുന്ന് നിന്നെ പുനഃപ്രതിഷ്ഠിക്കും. ഉത്സവദിനത്തിലെന്ന പോലെ അവിടുന്ന് നിന്നെക്കുറിച്ച് ആനന്ദഗീതം മുതിർക്കും. ഞാൻ നിന്നിൽ നിന്ന് വിപത്തുകളെ ദൂരീകരിക്കും. നിനക്ക് നിന്ദനമേൽക്കേണ്ടി വരികയില്ല. ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്ന ഒരു പ്രോമിസാണ്. ഇനി നിന്റെ ജീവിതത്തിൽ ഒരു അനർത്ഥങ്ങളും ഉണ്ടാവുകയില്ല. ഇനി നിന്നെ ആരും നിന്ദിക്കാൻ വരികയില്ല. നിനക്കെതിരെ ആരെല്ലാം ഇതുവരെ നിന്റെ ശത്രുവായി നിന്നിട്ടുണ്ടോ അവരെയെല്ലാം ദൈവമായ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഞാൻ ചിതറിച്ച് കളഞ്ഞിരിക്കുന്നു. നമുക്ക് ആമേൻ ചൊല്ലി ഈ ദൈവവചനം സ്വീകരിക്കാം. കർത്താവെ, എനിക്കെതിരെയുള്ള എല്ലാ ശത്രുക്കളെയും നീ ചിതറിച്ചെറിഞ്ഞിരിക്കുന്നതിനെ ഓർത്ത് നിന്നെ ഞാൻ സ്തുതിക്കുന്നു. നമ്മൾക്കിനിയും ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട കാര്യമില്ല. ആ ദൈവത്തോടു കൂടെ നടക്കുക. ദൈവം നിനക്ക് വേണ്ടതെല്ലാം ഒരുക്കിക്കഴിയും. ആ ദൈവം നിന്റെ മുന്നിലൊരു യോദ്ധാവിനെ പോലെ നിനക്ക് ചുറ്റുമുണ്ടെന്ന് ഓർക്കുക. ഇന്നു മുതൽ നിന്നെക്കുറിച്ചായിരിക്കും അവിടെ നദിയായി ആഹ്ലാദിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ലോകത്തിൻ്റെ പിറകെ പോകാതെ ദൈവത്തോടൊപ്പം സഞ്ചരിച്ചാൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചാണ് ദൈവം ഇവിടെ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. കർത്താവ് തന്നിരിക്കുന്ന ഈ വാഗ്ദാനം നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനത്തിൻ്റെ ശക്തിയാൽ സംഭവിക്കട്ടെ എന്ന് യേശുക്രിസ്തുവിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും കരുണയും സമാധാനവും നിങ്ങൾക്ക് സമൃദ്ധമായിട്ട് ലഭിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.